മലബാർ ചെസ്നട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പിസ്ത എന്ന് പറഞ്ഞ് പണ്ട് നഴ്സറിക്കാർ പറ്റിച്ചിരുന്ന സാധനമാണിത്. അതിൻ്റെ ഒരു പച്ച മൂക്കണയും മുമ്പുള്ള ഭാഗമാണ് ഇത് മൂത്ത് കഴിഞ്ഞ് പൊട്ടി താഴെ വീണ ഒരു കായാണ്. അതിൻ്റെ ഡ്രൈ കായ അങ്ങനെ ഇരിക്കും. ഇന്ന് നമുക്ക് 2 വേർഷൻ, ഡ്രൈ കായയും പച്ചക്കായയുടെ ഉള്ളും കാണാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇത് പച്ചക്കായ ഓപ്പൺ ചെയ്യണത് ഇങ്ങനെയാണ്. അതിലൊരു വര കാണാം. ആ വരയിലൂടെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കണത് ഇങ്ങനെയാണ്. ആ സീഡിൻ്റെ ഉള്ളിലിരിക്കണത് ഇങ്ങനെയാണ്. കണ്ടോ? ഇത് മൂപ്പെത്താത്ത കായ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ വൈറ്റ് കളറിന് ഒരു ചവർപ്പ് ടേസ്റ്റാണ്. പക്ഷേ ഇത് ശരിക്കും കരിക്ക് പോലെ ഇരിക്കും കഴിക്കാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ട് ഇരിക്കുന്ന വേർഷൻ. ഒരു കരിക്ക് പോലെ തന്നെ. പുറത്ത് ഒരു കട്ടിയുള്ള ഭാഗം, അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. അത് ടേസ്റ്റും കരിക്ക് തന്നെ ടേസ്റ്റ്. കരിക്കിൻ്റെ തന്നെ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അതിൻ്റെ ഉള്ളിൽ കുറേ പോർട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇത് ഈ കുരുക്കൾ ഇരിക്കുന്നത്. അത് പൊട്ടിക്കുന്നത് ആ വര വെച്ച് നോക്കി കറക്റ്റായിട്ട് ആ വരയിലൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സീഡ്സ് ഒന്നും ചീത്തയാതെ നമുക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഓരോ ഇതിൻ്റെ ഉള്ളിലും പോർട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കായുണ്ട്. ഈ വരയിൽ കൂടിയാണ് അത് പൊട്ടിക്കുന്നത്. ആ വരയിൽ കൂടി തന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സീഡ്സിനൊന്നും പറ്റില്ല. ഫുള്ള് കത്തി വെച്ച് മുറിക്കരുത്. ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കൈ കൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഇത് ഡ്രൈ വേർഷനാണ്. ഈ ഡ്രൈ വേർഷൻ്റെ ഉള്ളിൽ ഒരു മെംബ്രെയിൻ പോലെ ഒരു സാധനമുണ്ട്. ഒരു ഡാർക്ക് കളർ യെല്ലോ. മറ്റേതൊക്കെ ഒരു ലൈറ്റ് കളർ വൈറ്റ് ആണ്. ഒരു ഓഫ് വൈറ്റ് കളറാണെങ്കിൽ ഇതൊരു ഡാർക്ക് കളർ യെല്ലോ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മെംബ്രെയിൻ പോലെ ഇരിക്കും. അത് മാറ്റി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ശരിക്കും ഒരു പച്ചക്കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്.